തിരുവണ്ണാമലയിലെ ക്ഷേത്രമണികൾ മുഴങ്ങുമ്പോൾ ചിലപ്പോൾ അവൾ പെട്ടെന്ന് ബോധരഹിതയായി വീഴുമായിരുന്നു. രോഗമല്ല, തളർച്ചയുമല്ല, അവളുടെ ജീവൻ മറ്റെവിടെയോ അമൂർത്തമായ ഏതോ ലോകത്തേക്ക് ഊർന്നു പോയതുപോലെ. ദിവസങ്ങളോളം ആ അവസ്ഥ തുടരും. അപ്പോഴൊക്കെ ഒരു പൂജാരി തൻ്റെ കോവിലിലെ ദീപത്തെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അവളുടെ ഭർത്താവ് അടുത്തിരിക്കും, അവളെ കുളിപ്പിക്കും, ഉണരുമ്പോൾ ആഹാരം നൽകും, നിശബ്ദനായി ഒരു ഉപാസകനെ പോലെ കാവലിരിക്കും. പിന്നെയെന്നോ ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ കണ്ണു തുറക്കും, ചിരിക്കും, തമാശ പറയും. ചിലപ്പോൾ ഇനി നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയും. ആരായിരുന്നു അവൾ? അവളിൽ ആളുകൾ എന്തൊക്കെയോ സവിശേഷതകൾ കണ്ടു. ചിലർ അവളെ സ്വാതി എന്ന് വിളിച്ചു, ചിലർ സിദ്ധയെന്നും, മറ്റു ചിലർ ഭ്രാന്തിയെന്നും. എന്നാൽ അവൾ സ്വയം ഒരു മുദ്രകളും കുത്തുവാൻ അനുവദിച്ചില്ല. ആളുകൾ അവളെ സ്നേഹത്തോടെ വിളിച്ചു രാധാമ. ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്ന് അന്വേഷകർ തിരുവണ്ണാമലയിലേക്ക് അവരെ തേടിയെത്തുന്നതിന് മുൻപ് രാധാമ തികച്ചും സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. ഹൈദരാബാദിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്തിരുന്ന സമയം നമ്പറുകൾ, ടാക്സ് ഫയലുകൾ, കമ്പ്യൂട്ടറുകൾ, ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നാം കരുതുന്ന ഒരു സാധാരണ ജീവിതം. എന്നാൽ നിങ്ങൾ ആരാണ് എന്ന് പിന്നീട് ആളുകൾ ചോദിച്ചപ്പോഴൊക്കെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന മറുപടികളാണ് അവരിൽ നിന്നുമുണ്ടായത്. കുട്ടിക്കാലം മുതലേ അവർക്ക് ചുറ്റുമുള്ളവർ അവരിൽ എന്തോ ഒരു പ്രത്യേകത അനുഭവിച്ചിരുന്നു. വലിയൊരു ഗുരുവാകാനോ ശിഷ്യന്മാരെ സൃഷ്ടിക്കാനോ അവർ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ആകാശത്തെക്കുറിച്ച് ഒരാൾ സംസാരിക്കുന്നത്ര ലളിതമായും സ്വാഭാവികമായും അവർ സത്യത്തെക്കുറിച്ച് സംസാരിച്ചു. അവരുടെ കണ്ണിൽ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മിഥ്യ മനസ്സ് തന്നെയായിരുന്നു. മനസ്സ് എന്നത് ചിന്തകളുടെയും ഓർമ്മകളുടെയും ഒരു സഞ്ചയം മാത്രമാണ്. അത് മാറിയേക്കാം, ഒരിക്കലും സ്ഥിരമല്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങളല്ല. എന്നിട്ടും മനുഷ്യർ ജീവിതകാലം മുഴുവൻ അതിനെ സംരക്ഷിക്കാനും ആരാധിക്കാനും വ്യഗ്രത കൂട്ടുന്നു. അവൾ പറയുമായിരുന്നു, Who am I is a practice. Who am I is not a question. So if you say who am I, who is asking this question, then typically they say I am not the body, I am not the mind, I am the self, and all those answers will come. But that's not true, because that is not related to any answer at all. It's a practice like any other practice. Whenever anything comes, you just ask who is this, who am I, who is asking this question. If you ask, mind will shut up, because it knows its true nature is it is not true. ആ ജീവിതത്തിലേക്കാണ് ഗിരിധർ എന്ന വ്യക്തി കടന്നു വരുന്നത്. വിവാഹ ജീവിതത്തോട് തീരെ താല്പര്യമില്ലാതെ പ്രകൃതിയെയും ലോകത്തെയും നിരീക്ഷിച്ചു ജീവിച്ചിരുന്ന ഒരാൾ. ഒരു ദിവസം തെരുവിലൂടെ നടക്കുമ്പോൾ അപരിചിതയായ ഒരു സ്ത്രീ തൻ്റെ വശത്തിലൂടെ കടന്നു പോകുന്നത് ഗിരിധർ കണ്ടു. ആ സാന്നിധ്യത്തിന് എന്തോ ഒരു വശ്യതയുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിനപ്പുറത്ത് നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന ആ സ്ത്രീയെ അവൻ കണ്ടു. ബസ് സ്റ്റോപ്പിൽ വെച്ച് അവർ ആദ്യമായി സംസാരിച്ചു. വളരെ സ്വാഭാവികമായി അവൾ അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നോ? അവൻ സമ്മതിച്ചു. അരമണിക്കൂറിനുള്ളിൽ അവൾ അടുത്ത ചോദ്യം ചോദിച്ചു, എന്നെ വിവാഹം കഴിക്കാമോ? മാസങ്ങൾക്ക് ശേഷം അവൻ ശരിയെന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ ബന്ധം സാധാരണ ദാമ്പത്യമായിരുന്നില്ല. ഒരിക്കൽ തിരുവണ്ണാമലയിൽ വെച്ച് പ്രശസ്തനായ യോഗി രാം സുരത് കുമാർ അവരെ കണ്ടുമുട്ടി. നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്താണ്? യോഗി ചോദിച്ചു. ഭർത്താവും ഭാര്യയും അവർ മറുപടി നൽകി. ആത്മജ്ഞാനിയായ യോഗി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ യഥാർത്ഥ ബന്ധമെന്താണ്? ആ സമയം അവരിൽ നിന്ന് മറ്റു മറുപടിയാണ് വന്നത്, സഹോദരനും സഹോദരിയും. യോഗി മൃദുവായി തലയാട്ടി പറഞ്ഞു, അതെ, അത് തന്നെയാണ് ശരി. ചിലപ്പോൾ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം രാധാമ പൂർണ്ണമായും ബാഹ്യബോധം വെടിഞ്ഞിരിക്കും. ക്ഷേത്രമണികളുടെ ശബ്ദമോ അരുണാചല നാമജപമോ കേട്ടാൽ അവൾ ഉള്ളിലേക്ക് വെടിഞ്ഞു പോകും. ഈ ഘട്ടങ്ങളിലൊക്കെയും ഗിരിധർ അവളെ ഒരു തപസ് പോലെ പരിചരിച്ചു. ആ നിശബ്ദതയിൽ നിന്ന് ഉണരുമ്പോൾ ഭാവിയിൽ നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അവൾ കൃത്യമായി പറയുമായിരുന്നു. എന്നാൽ ആളുകൾ ഇതിനെ അത്ഭുത സിദ്ധി എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ അവൾ അതിനെ തള്ളിക്കളഞ്ഞു. അത്ഭുതങ്ങൾ കാണിക്കുന്നതിൽ അവൾക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. രാധാമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്നത് മനസ്സിൻ്റെ ബഹളങ്ങളോ മാനസിക വേദനകളോ ഇല്ലാതെ ലളിതമായി ജീവിക്കുക എന്നത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തൻ്റെ കൂട്ടായ്മകളെ സത്സംഗ് എന്ന് പറയുന്നതിന് പകരം ഫൺ സംഗ് എന്ന് വിളിച്ചിരുന്നു. കാരണം സത്യമെന്നത് ഭാരമുള്ളതോ തലപുയക്കേണ്ടതോ ആയ ഒന്നല്ല എന്നവൾ വിശ്വസിച്ചു. That's over. That's why it's called self-inquiry in the first place, because you enquire your true self. Who are you really? Then you get the answer. But not every day you are going to repeat this. After you know your true nature,
which is lying beyond the body and the mind, then there are no more question and answer session at all. Not that every time you are going to remind yourself, okay, I am not the body, I am not the mind. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി സങ്കീർണമായ ആത്മീയ സംശയങ്ങളുമായി വരുന്ന അന്വേഷകരുടെ ചോദ്യങ്ങളെ ഒരു കൊച്ചു തമാശ കൊണ്ട് അവർ ഇല്ലാതാക്കുമായിരുന്നു. അവൾ പറഞ്ഞു, സത്യം ഇവിടെ തന്നെയുണ്ട്, അത് പൂർണ്ണമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് തിരച്ചിൽ നിർത്താൻ തയ്യാറാകുന്നില്ല, അതാണ് പ്രശ്നം. കാലം കടന്നുപോയി. രാധാമായുടെ പ്രശാന്തമായ സാന്നിധ്യം തേടി തിരുവണ്ണാമലയിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. എന്നാൽ ഒരു ദിവസം അവൾ ഗിരിധറോട് പറഞ്ഞു, ഞാൻ ആദ്യം ഈ ശരീരം ഉപേക്ഷിക്കും, നീ ഇവിടെ തന്നെ കാണണം, നിനക്കിനിയും ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഒടുവിൽ ആ ദിനം വന്നു. അവൾ അഗ്നിസമാധി പ്രാപിച്ചു, ഭൗതിക ശരീരം വെടിഞ്ഞു. ഇന്നും തിരുവണ്ണാമലയിൽ രാധാമായുടെ സമാധി മണ്ഡപത്തിനരികെ ഗിരിധറുണ്ട്. അവർ ഒരുമിച്ച് പങ്കിട്ട ആ വിശുദ്ധമായ ഇടത്തെ നിശബ്ദമായി പരിപാലിച്ചുകൊണ്ട് ഇന്നും നിരവധി ആളുകൾ ഉത്തരങ്ങൾ തേടിയും അനുഭവങ്ങൾ തേടിയും ആത്മജ്ഞാനം തേടിയും അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കണ്ട് രാധാമ എവിടെയോ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകും. കാരണം അവരെ സംബന്ധിച്ച് സത്യമെന്നത് ആചാരങ്ങളിലോ വേഷങ്ങളിലോ ആത്മീയ നേട്ടങ്ങളിലോ ആയിരുന്നില്ല. മനസ്സിൻ്റെ കോലാഹലങ്ങൾ ഒടുങ്ങുമ്പോൾ ബാക്കിയാവുന്ന നിശബ്ദത മാത്രമായിരുന്നു സത്യം. അരുണാചലൻ്റെ നിഴൽ വീണ ആ മണ്ണിൽ കാവ്യവസ്ത്രമണിഞ്ഞ ആ ചിരിക്കുന്ന സ്ത്രീയുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്നു, നമ്മോട് പതുക്കെ മന്ത്രിച്ചുകൊണ്ട്, നിങ്ങൾ ഈ കാണുന്നത് സ്വപ്നമല്ല.